കാലങ്ങളായി സ്ത്രീകളുമായി ചേർത്ത് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് സൗന്ദര്യവും മനോധൈര്യവും. എന്നാൽ സ്ത്രീകൾ ബ്യൂട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല ബ്രെയിൻ്റെ കാര്യത്തിലും അറിയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയ ഒരു ഐഡിയയുമായി മുഴുവൻ ലോകത്തെയും മനോഹരമാക്കുവാൻ ഇതാ എത്തുന്നു നമ്മുടെ ഐഡിയ ബാസ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മുംബൈയിൽ നിന്നുള്ള റിയ ഗോയങ്ക ജലാൻ. ഹലോ ടൈറ്റൻസ്, ഞാൻ റിയ, മുംബൈയിൽ നിന്ന് വന്ന ഒരു സയന്റിസ്റ്റ്. ഏതൊരു സയന്റിസ്റ്റിനും ഒരു കർത്തവ്യമാണ് ഉള്ളതെന്ന് അറിയാലോ. അത് മറ്റൊന്നുമല്ല, എക്സ്പെരിമെന്റ് ചെയ്യുക തന്നെ. ഉദാഹരണത്തിന് ഇത്. ഫെയിൽഡ് എക്സ്പെരിമെന്റ് 108. ഇങ്ങനെയാണ് ഒരു സയന്റിസ്റ്റിന്റെ ജീവിതത്തിലെ യഥാർത്ഥ പഠനവും തുടങ്ങുന്നത്. പരാജയത്തിന് ശേഷവും തളരാത്ത ഒരു മനസ്സുണ്ടാവുന്നത്. അതായത് ഞാൻ നമ്മുടെ നാടൻ ഇൻഗ്രീഡിയൻസ് സയൻസ് ടെക്നോളജിയുമായി ചേർത്ത് നിർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ലാബുകാർ പറഞ്ഞു ഇത് ഒരിക്കലും ഇന്ത്യൻ ക്ലൈമറ്റിൽ വർക്കാവില്ലെന്ന്. കെമിസ്റ്റുകാർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നാടൻ എന്ന് പറഞ്ഞാൽ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ല എന്നാണ്. അങ്ങനെ ഓരോ തവണയും എന്റെ ഈ ബാച്ചുകൾ ഫെയിൽ ആവുമ്പോ എല്ലാവരും അവരവരുടെ സ്റ്റൈലിൽ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുമായിരുന്നു. അതായത് മോളെ, നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കുന്ന സംഭവമല്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇതെന്തായാലും ഞാൻ ചെയ്ത് കാണിച്ചിരിക്കും. അങ്ങനെ ഞാൻ എന്റെ പരാജയങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് എന്റെ സക്സസ് കിട്ടി. അതാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത്. മുത്തശ്ശിമാരുടെയും മുതുമുത്തശ്ശിമാരുടെയും കൈപുണ്യങ്ങളും എന്റെ പ്രൊപ്രൈറ്ററീസിന്റെ ബയോടെക് ടെക്നോളജിയിലും വികസിപ്പിച്ച ഒരു വിശിഷ്ടമായ സ്കിൻ കെയർ റേഞ്ച്. ഇത് നിങ്ങളുടെ സ്കിന്നിന്റെ അകത്ത് മാത്രമല്ല പുറത്തുമല്ല, മറിച്ച് മൊത്തത്തിൽ എല്ലാ ലെയേഴ്സിനെയും നറിഷ് ചെയ്യുന്നു. മാർക്കറ്റിൽ ലഭിക്കുന്ന നാച്ചുറൽ, ഹെർബൽ, സയന്റിഫിക്, ക്ലിനിക്കൽ ബ്രാൻഡ്സിൽ നിന്നും ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അത് മനസ്സിലാക്കി തരാൻ ഞാൻ 3 പോയിന്റ്സേ പറയുന്നുള്ളൂ. ആദ്യത്തേത്, നമ്മൾ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന്റെ പ്രകൃതിയാ ഉള്ള സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. കുങ്കുമപ്പൂ വരുന്നത് കാശ്മീരിൽ നിന്നാണെങ്കിൽ മഞ്ഞൾ വരുന്നത് സാംഗ്ലിയിൽ നിന്നാണ്. അത് നിങ്ങൾക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും പ്രോബയോട്ടിക്സുമായി സംയോജിപ്പിച്ച് ബയോ ഫെർമെന്റേഷൻ വഴിയാണ് കടത്തിവിടുന്നത്. എന്ന് വെച്ചാ ഏത് നാട്ടിലാണോ തൈര്, കഞ്ഞി, ഇഡ്ലി ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എല്ലാ വീട്ടിലും അറിയുന്നത്, അവിടെയൊക്കെ ഞാൻ ഈ ഫെർമെന്റേഷന്റെ എന്ത് ബെനിഫിറ്റിനെ പറ്റിയാണ് പറയേണ്ടത്. ഇനി മൂന്നാമത്തേത്, ഈ പോഷനെ സർവ്വഗുണ സമ്പന്നമാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് സ്കിൻ ആക്റ്റീവ്സ്, അതായത് നിയാസിനമൈഡ്, വിറ്റാമിൻ സി. അത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരു കുറവും വരാതിരിക്കാനാണ്. ടൈറ്റൻസ്, ഈ പോഷൻ വെറും ഒരു ബിസിനസ് മാത്രമല്ല, ഒരു ശ്രമം കൂടിയാണ്. നമ്മുടെ ആയുർവേദ ജ്ഞാനത്തെ സയൻസുമായി മിക്സ് ചെയ്ത് കൂടുതൽ പ്രയോജനപ്രദമാക്കാൻ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് 1 കോടി രൂപ 5% എക്വിറ്റിക്ക്. എന്റെ ഈ സ്വപ്നം നറിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഈ അവതരണം തുടങ്ങിയ രീതി ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫെയിൽഡ് എക്സ്പെരിമെന്റ് കാണിച്ചുകൊണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എത്ര ഫെയിൽഡ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൗണ്ട് ഒന്നും കയ്യിൽ വെച്ചിട്ടില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് 50 ഉണ്ടാവും. ഈ ഫെയിൽഡ് എക്സ്പെരിമെന്റിൽ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്താ? ഓണസ്റ്റ്ലി ചിലപ്പോക്കെ എനിക്ക് വലിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. വെരി നൈസ്. ഈ ഒരു ഐഡിയയുടെ തുടക്കം എവിടുന്നാണ്? അതോ, ഞാൻ എന്റെ എഡ്യൂക്കേഷൻ തുടങ്ങിയ സമയത്ത് ബയോളജി പഠിക്കാൻ യുപെന്നിൽ പോയിരുന്നു. പിന്നെ പാരീസിൽ കോസ്മെറ്റിക് സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്തിരുന്നു. പിന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് വിങ്ങിൽ ഞാൻ ലോറിയലിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഞാൻ എന്താ കണ്ടെന്ന് വെച്ചാൽ അവർ ഇന്നോവേഷന് നല്ല എംഫസിസ് കൊടുക്കുന്നുണ്ട് R&Dക്കും. പിന്നെ അവിടെ വെച്ച് ജേർണൽ ആർട്ടിക്കിൾ റിസർച്ച് ഒക്കെ വായിച്ചിട്ട് 2022-23 മാക്സിമം റിസർച്ച് നടന്നിരുന്നു സ്കിൻ മൈക്രോബയോമിനെ കുറിച്ച്. അന്ന് അതെനിക്ക് വളരെ ഇന്നോവേറ്റീവായി തോന്നി. കാരണം ഫെർമെന്റേഷനിൽ ഇന്ത്യൻ സയൻസും ഉണ്ട്, പിന്നെ ബയോളജിയുടെ ഭാഗത്ത് നോക്കുമ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പോഷൻ തുടങ്ങാമെന്നൊരു ഐഡിയ വന്നത്. ഇതിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെയും മുതുമുത്തശ്ശിയുടെയും ഒക്കെ എന്ത് കൈപ്പുണ്യം ഉപയോഗിച്ചിരിക്കുന്നത്? ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മഞ്ഞൾ, കേസർ, നെല്ലിക്ക, ആലോവേര എന്നിങ്ങനെ കാർണോമാർ ഉപയോഗിക്കുന്ന പലതും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് കഴിക്കും? ഈ പോഷൻ നിങ്ങളുടെ അകത്തെയും പുറത്തെയും ശ്രദ്ധിക്ക് വേണ്ടി. ഇത് സ്കിന്നിന്റെ ഒരു അടുക്കളയാണ്. എന്നാ പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ടൈറ്റൻസിന് കാണിച്ചു കൊടുത്ത് അങ്ങനെ തന്നെ പിച്ചും തുടങ്ങിക്കോളൂ.
ഇതിന്റെ പേര് തിങ്കൾ തിടമ്പ് എന്നാണ്. ഇറ്റ്സ് ഫോർ ഗ്ലോ. ആ ശരിയായ പേര് തന്നെ വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ളതാണ് സിമ്രൻ. Thank you. ജലകന്യക ഫോർ ഹൈഡ്രേഷൻ. വെരി നൈസ്. ജലകന്യക. ഇത് നിങ്ങൾക്കുള്ളതാണ് അർച്ചന മാഡം, ബേഫിക്കർ ബീഗം. പിന്നെ ഇത് നിങ്ങൾക്കുള്ളതാണ് ശൈലി, ധൂപ് കി റാണി. നിങ്ങൾക്കുള്ളത് ആഖോ കാ താര ഫോർ ഐസ്. താങ്ക് യു സോ മച്ച്. വെരി നൈസ് പാക്കിംഗ്. പാക്കിംഗ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. എത്ര വർഷമായി ഇത് ചെയ്യുന്നു? വി ലോഞ്ച്ഡ് ഇൻ November 24. അപ്പോ മാർക്കറ്റില് നിങ്ങളുടെ പൊസിഷനിങ് എന്തായിരിക്കും? മീൻസ് സ്റ്റാർട്ടപ്പില് ഇപ്പൊ തന്നെ ഒരുപാട് സ്കിൻ കെയർ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. വി സ്റ്റാർട്ട് വിത്ത് സയന്റിസ്റ്റ് ഫൗണ്ടർ ലെഡ് ബ്രാൻഡ്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇന്നോവേഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു യുണീക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് UIP ആണ് ഞങ്ങളുടെ. ആക്ച്വലി ഞങ്ങളുടെ ബ്രാൻഡിംഗ് ഡയറക്ട്ലി ഇന്ത്യൻ കൺസ്യൂമേഴ്സുമായിട്ടാണ് സംസാരിക്കുന്നത്, അതും അവരുടെ ഭാഷയിൽ തന്നെ. അതും മാർക്കറ്റിൽ ബാക്കിയുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നിങ്ങളെ ഏലിയനേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഡയറക്ട്ലി റിലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് വെയിലത്ത് കളിക്കരുതെന്ന് പറയുന്നതിന് പകരം ധൂപ് കി റാണി. അപ്പോൾ ഒരു യുണീക്ക് ബ്രാൻഡിംഗും പെർസ്പെക്റ്റീവുമാണ്. ഇൻ അഡീഷൻ ടു ഐ ലൈക്ക് ടു ബിലീവ് പ്രോഡക്റ്റ് സുപ്പീരിയോറിറ്റി. ഇതാണ് ഞങ്ങളുടെ USP. നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാ? മാർക്കറ്റ് എന്ന് പറയുന്നത് ജെൻസിയും ഏർലിയർ മില്ലേനിയൽ വിമനുമാണ്. ദേവ് ഹാഡ് എക്സ്പീരിയൻസ് വിത്ത് ആദ്യം നാച്ചുറൽ പ്രോഡക്ട്സ് ഒക്കെ, പിന്നെ സയൻസിന്റെ പ്രോഡക്ട്സും ഉപയോഗിച്ചിട്ട് അവർക്കെല്ലാം യൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏതാണ് വർക്ക് ചെയ്യാന്നുള്ളത്. നമ്മുടെ ഇവിടുത്തെ ജെൻസി എന്ന് പറഞ്ഞ സിമ്രൻ എന്താ നിങ്ങളുടെ അഭിപ്രായം? So I think the biggest thing with Gen Zs is that they are super curious and experimental. Actually ബ്രാൻഡിന് വിശ്വാസ്യത ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ? കസ്റ്റമേഴ്സിനെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് എന്നതും. ഷുവർ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞങ്ങളുടെ റിട്ടൻഷൻ ഇതുവരെയ്ക്കും 20% ആണ്. ഫോർ ബേഫിക്കർ ബീഗം ഇറ്റ്സ് സ്പെസിഫിക്കലി 40%. ടു കീപ് ദം എൻഗേജ് ഞങ്ങൾ ആക്ച്വലി ഒരുപാട് കമ്മ്യൂണിറ്റി ഇവന്റ്സ് നടത്തുന്നുണ്ട്. ഞങ്ങൾ ബോളിവുഡ് ബേഫിക്കർ പാർട്ടി നടത്തി, ഞങ്ങൾ പോഷൻ പിക്കിൾ ബോൾ നടത്തി, ഞങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പൊ നിങ്ങള് ബ്രാൻഡ്സ്, അതായത് അതർ ബ്രാൻഡ്സ് സെയിം കാറ്റഗറിയിൽ, അപ്പൊ നിങ്ങള് അതിന്റെ പേരിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണണമെന്ന് കരുതുന്നു. സോ ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? ബിക്കോസ് പോഷൻ അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണമാണെന്നാണ് കരുതുക. ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഫ്രാൻസിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടു ഫ്രഞ്ചുകാർ അവരുടെ കൾച്ചറിനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഞാൻ ബോധം കെട്ട് വീണാൽ കൂടെ അവര് ഫ്രഞ്ചിലേ സംസാരിക്കുള്ളൂ. എന്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഒരു ബ്രാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭാരതീയ സെൻട്രിക്, അതായത് ഇന്ത്യൻ സൗണ്ടിങ് ആയിരിക്കും. ഓവർ ദ 9 months വാട്ട് ഈസ് യുവർ ക്യുമുലേറ്റീവ്സ്? മൊത്തം നിങ്ങൾ ഇതിൽ എത്ര റവന്യൂ ഉണ്ടാക്കി? 40 ലക്ഷം. വാട്ട്സ് യുവർ ബേൺ റേറ്റ്? വാട്ട്സ് യുവർ എക്സ്പെൻസസ്? എന്റെ ബേൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 3 ലക്ഷമാണ് എവറി മന്ത് ഓൺ മന്ത്. ഞങ്ങളോടിപ്പോ 1 കോടിയല്ലേ ചോദിക്കുന്നത്, 5% ഇക്വിറ്റി ആയിട്ട്. സോ ഹൗ മെനി മന്ത്സ് ഓഫ് സേഫ് വർക്കിംഗ് ദിസ് വിൽ ഗിവ് യു? എനിക്ക് എവിടേക്കാണോ പോണ്ടത് അതിനുവേണ്ടി ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് മീ ദാറ്റ് ഇൻ 12 months. അപ്പൊ 1 വർഷം വരെ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ചെയ്യണം. അതെ, ലാസ്റ്റ് മന്ത് ഞങ്ങൾ 8.3 lakhs ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ എനിക്കിപ്പോൾ ഉള്ള ഫണ്ട്സ് മതിയാവും ഒരു 2 crore MRRൽ എത്തിക്കാൻ വേണ്ടി ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ. അപ്പോഴേക്കും 2 കോടിയിലേക്കൊക്കെ എത്തുമോ? അതെ. അങ്ങനെയാണെങ്കിൽ എന്താ ഇത്? സംഗതി കൈവിട്ടു പോയി. മാജിക് വേർഡ്സ്. എന്ന് വെച്ചാൽ അർച്ചന മാഡം ബ്ലോക്ക് ബസ്റ്റർ അമർത്തിയതിലൂടെ ബാക്കി ടൈറ്റൻസിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോഷണം അല്ലെങ്കിൽ പോഷണ കാര്യങ്ങളൊക്കെ മാഡം വളരെ സീരിയസ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയതായിരുന്നു. അതായത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ എല്ലാ ടൈറ്റൻസിനും നിങ്ങളുടെ പ്രോഡക്റ്റ് കൊടുത്തു. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്നെ പോലുള്ളവർക്കൊന്നും പറ്റില്ല. അല്ല, ഈ പ്രോഡക്റ്റ് വിമൻ സ്പെഷ്യൽ മാത്രമാണോ? നിങ്ങൾക്കും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് ആക്ച്വലി സൈഡിൽ വെച്ചിരുന്ന ഐ ആം സോ സോറി. നോ മെൻഷൻ. ഞാൻ ഇവിടെ നിന്ന് എടുത്തോളാം. പ്രതിക്കിന് പറ്റിയ ഒരു പേര് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബേഫിക്കർ ബാദ്ഷാ. കോൺഫിഡന്റ് കൂടി കാണുമല്ലോ അല്ലേ? ഇവിടെ മാർക്കറ്റിംഗ് ജീനിയസ് ആണെന്ന് തോന്നുന്നേ. ഓൺ ദ സ്പോട്ട് പേരുകൾ കൊടുക്കുന്നത്. എന്റെ ഓഫർ ഞാൻ പറയാം. അതായത് ഒരു നിങ്ങൾക്ക് മിനിറ്റ്, ആ ഓഫറൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി. കുറച്ചുകൂടെ ആലോചിക്കാനുള്ള സമയം തരാം. കാരണം ഇവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആക്ച്വലി നമ്മുടെ കൂടെ തന്നെയുണ്ട്. സോ നമ്മൾ ആദ്യം മാർക്കറ്റ് ഡിമാൻഡ് പരിശോധിക്കണം. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഇവരുടെ ഈ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു തരൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഇച്ഛാശക്തി, ജ്ഞാനശക്തി, പിന്നെ കർമ്മശക്തി. ഈ മൂന്നിനെയും അടിസ്ഥാനമാക്കിയാണ് വിമൻ ഓൺട്രപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം, അതായത് WEP രൂപീകരിച്ചിരിക്കുന്നത്. ഇതൊരു വളരെ മഹത്വമായ സംരംഭമാണ്. തങ്ങളുടെ ഐഡിയ ഒരു സഫലമായ ബിസിനസ് ആക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മഹിളകളെയും സശക്തരാക്കി സ്വയം പ്രാപ്തിയുള്ള ഒരാളാക്കി മാറ്റാൻ ഈ ഉദ്യമത്തിന് കഴിയും. WEP മഹിളകൾക്ക് എല്ലാ സഹായവും നൽകുന്നതാണ്, അതായത് ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ് മുതൽ ഫൈനാൻസ്, മെന്റർഷിപ്പ്, മാർക്കറ്റ് ലിങ്കേജസ്, കംപ്ലയൻസ്, പിന്നെ ലീഗൽ ഗൈഡൻസ് വരെയും. എല്ലാ മഹിളകൾക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റണം. ഇന്ന് 90,000-ലേറെ രജിസ്റ്റേർഡ് യൂസേഴ്സ്, പിന്നെ 8,000 മെന്റേഴ്സിനൊപ്പം WEP ഒരു പുതിയ വിമൻ ലെഡ് ഡെവലപ്മെന്റ് അധ്യായം കുറിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഐഡിയാബാസിനോടൊപ്പം ചേർന്ന് WEP ദേശമെമ്പാടുമുള്ള മഹിളകൾക്കായി നൽകുകയാണ് ഒരു ദേശീയ വേദി. അവിടെ ലഭിക്കുന്നത് ഫണ്ടിംഗ്, അടയാളം, പിന്നെ ശരിയായ മെന്റർഷിപ്പ്. വരൂ, ഈ മഹത്വമായ മാറ്റത്തിന്റെ കൂടെ നിൽക്കൂ. Almost 100%. 96% people want your product. പ്രോഡക്റ്റ് മാർക്കറ്റ് ഇവിടെ തന്നെ ഫിക്സ് ചെയ്തു. ഇനി അർച്ചന മാഡം പറഞ്ഞോളൂ. റിയ, ആക്ച്വലി നിങ്ങളുടെ ഐഡിയ, പ്രസന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് മുഴുവൻ എമൗണ്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, മീൻസ് 1 crore തന്നെ. നിങ്ങൾ എന്നോട് ചോദിച്ച വാല്യൂഷൻ ഇല്ലേ, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ്. ഇനി നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾക്ക് എന്റെ ഓഫർ ആക്സെപ്റ്റബിൾ ആണോ അല്ലേ? Yes, I am saying yes. Thank you. I'm so glad. I'm so glad for you, dear. Amazing. I loved your storytelling. നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ രീതി, I really believe in you. എനിക്ക് തോന്നുന്നു ഇത് 1000 കോടിയുടെ അല്ല 10,000 കോടിയുടെ കമ്പനിയിലോ. 100%. വരൂ അർച്ചന മാഡം, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. വേറെ ഏതെങ്കിലും ടൈറ്റന്റെ കൂടെ നിങ്ങൾക്ക് കൈകോർക്കണമെന്നുണ്ടോ, അതല്ല നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്? ഒറ്റയ്ക്ക് ചെയ്യാം. Wow. My God. So congratulations Riya. Thank you so Congratulations. Please Riya മാഡത്തിന്റെ ഫാമിലി കൂടി ഇങ്ങോട്ട് വന്നാലും. റിയയുടെ ഫാദർ താങ്കളാണല്ലേ? താങ്കൾ മോളുടെ എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടുണ്ടോ? 2 പ്രോഡക്റ്റ് റിലീജിയസ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ണിലെ കൃഷ്ണമണി, അത് ഉറങ്ങുന്നതിന് മുമ്പ്. പിന്നെ ഫേസ് വാഷ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഫേസ് വാഷിന്റെ ഉപയോഗം എന്തായിരുന്നു? ഈ പോർഷൻ വന്നേ പിന്നെ there is no way I can miss it every day. സാർ, താങ്കൾ ഇതൊക്കെ ഉപയോഗിക്കാൻ ആരെങ്കിലും ആദ്യം നിർബന്ധിച്ചിരുന്നോ, അതല്ല സാറ് സ്വയം കീഴടങ്ങിയതാണോ? ആദ്യ തവണ എന്നെ നിർബന്ധിച്ചേൽപ്പിച്ചു. സാർ, താങ്കളും എല്ലാ പ്രോഡക്റ്റും ഉപയോഗിച്ച് കാണുമല്ലോ അല്ലേ? ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറ്, അല്ലാതെ ഇവിടെ എനിക്ക് തന്നിട്ടൊന്നുമില്ല. സാധനം വേണമെങ്കിൽ പോയി വാങ്ങിച്ചോന്നാ പറയുന്നത്, വെബ്സൈറ്റിൽ പോയി വാങ്ങിക്കാൻ. ആക്ച്വലി എന്നോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അത് തന്നെയായിരുന്നു. മാഡം, നിങ്ങൾ പറയൂ, ഇന്ന് നിങ്ങളുടെ മോള് ഇത്ര വലിയൊരു ബിസിനസ് ഐഡിയയുമായിട്ട് ഇവിടെ വന്നു. വിമൻ സ്പെഷ്യൽ ഡേയുടെ അന്ന് എല്ലാ ബിസിനസ് നോളജ് വേൾഡിലെ അഗ്രഗണ്യരുടെ മുന്നിലാണ് നിൽക്കുന്നത്. അവരുടെ ഹൃദയം കവർന്ന് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നേടിക്കഴിഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം അവള് ചെറുപ്പം മുതൽ എന്താ ആഗ്രഹിച്ചോ അത് നേടിയിട്ടുണ്ട്. ഒരിക്കൽ അവള് പറഞ്ഞു അമ്മ വേൾഡിൽ ടോപ്പ് മാത്തമാറ്റിക്സ് ആവുമെന്ന്. അതിപ്പോൾ അവള് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. She said I will go to Ivy League. I'll take in New Bench. She got in over there. Very impressive. പിന്നെ അവള് JTC സ്കൂൾ ഓഫ് ആർട്സിലാ പഠിച്ചത്. അവിടെ എല്ലാ കോമ്പറ്റീഷനിലും അവള് പങ്കെടുത്ത് എല്ലാത്തിലും ജയിച്ചിട്ടാ വന്നത്. So everywhere she did the best and she knew she will do it. ഇത് വേൾഡ് നമ്പർ 1 ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ 10 കോടി ഉറപ്പായി. കാരണം നിങ്ങളുടെ ഓരോ ക്വാളിറ്റികളും അമ്മ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് നമ്മുടെ അർച്ചന മേഡമാണ്. മേഡം അതോടുകൂടി ഉറപ്പിക്കുകയാണ് അത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് അസ്. പിന്നെ റിയ ആൻഡ് അർച്ചന, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിന് എന്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.